ഈജിപ്തിലേക്കുള്ള പലായനം. അവർ പോയിക്കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നതുവരെ അവിടെ താമസിക്കുക. കാരണം ഹെറോദേസ് ശിശുവിനെ വധിക്കാനായി അന്വേഷണം തുടങ്ങാൻ പോകുകയാണ്. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. ഹെറോദേസിന്റെ മരണം വരെ അവൻ അവിടെ താമസിച്ചു. ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ പുത്രനെ വിളിച്ചു എന്ന് പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്തത് പൂർത്തിയാകേണ്ടതിനായിരുന്നു ഇത്. തന്റെ ജ്ഞാനികൾ കബളിപ്പിച്ചെന്ന് കണ്ടപ്പോൾ ഹെറോദേസ് അതീവം രോഷാകുലനായി. അവരിൽ നിന്ന് സൂക്ഷ്മമായി മനസ്സിലാക്കിയ സമയമനുസരിച്ച് അവൻ ബേത്ലഹേമിലെയും എല്ലാ സമീപ പ്രദേശങ്ങളിലെയും 2 അതിൽ താഴെയും വയസ്സുള്ള എല്ലാ ആൺകുട്ടികളെയും ആളയച്ചു വധിച്ചു. ജെറമ്യാ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് ഇങ്ങനെ പൂർത്തിയായി. റാമായിൽ ഒരു സ്വരം കേട്ടു, വലിയ കരച്ചിലും മുറവിളിയും. റാഹേൽ അവളുടെ സന്താനങ്ങളെക്കുറിച്ച് കരയുന്നു. ആശ്വസിപ്പിക്കപ്പെടാൻ അവൾ സമ്മതിക്കുന്നില്ല, എന്തെന്നാൽ അവർ ഇല്ലാതായിരിക്കുന്നു.